ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്കമോട്ടോ ഡേയ്സ് എപ്പിസോഡ് 7 വിവരണമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സക്കമോത്തോയുടെ മകളുടെ സ്കൂളിലെ സീൻ കാണിച്ചുകൊണ്ടാണ്. അവിടെ ഇന്ന് പേരന്റ്സ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ഷിന്നിനെ ലൂവിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. സക്കമോത്തോയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, അവര് കട നന്നായിട്ട് നോക്കൂലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. സക്കമോത്തോ പറയുന്നത് ഇല്ല, അവര് നന്നായിട്ട് നോക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ സമയം അങ്ങ് സൂപ്പർ മാർക്കറ്റിൽ ഷിന്നും ലൂയും തമ്മിൽ പൊരിഞ്ഞ തർക്കമായിരിക്കും. സക്കമോത്തോയും ഭാര്യയും ഇല്ലാത്തപ്പോൾ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് ലൂയിനോട് ഷിന്ന് പറയുന്നുണ്ട്. പക്ഷെ ലൂ ഇതൊന്നും കാര്യമാക്കാതെ തനിക്ക് തോന്നുന്നു ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് അവരവിടുന്ന് തെറ്റിപ്പിരിയും. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും പശ്ചാത്താപം തോന്നി തമ്മിൽ സോറി പറയാൻ തീരുമാനിച്ചു. അപ്പോഴായിരിക്കും കടയിലേക്ക് കുറച്ച് മുഖംമൂടി വസ്ത്രം ധരിച്ച ആളുകൾ അവിടേക്ക് എത്തിയത്. ലൂ ഷിന്നിന്റെ യൂണിഫോം ധരിച്ചിരുന്നത് കൊണ്ട് ഷിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ലൂവിനെ അവരവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ഷിന്ന് കടയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ലൂവിനെ അവിടെ കാണാൻ സാധിച്ചില്ല. കൂടാതെ അവിടെ ചില്ലൊക്കെ പൊട്ടിച്ചെതറി ബലപ്രയോഗം നടത്തിയതിന്റെ സൂചനകളും ഷിന്നിന് അവിടെ നിന്ന് ലഭിച്ചു. അപ്പോഴായിരിക്കും സക്കമോത്തോ കുടുംബവും തിരിച്ചു മടങ്ങിയെത്തിയത്. സക്കമോത്തോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ലൂ കാണാതായ വിവരം ഷിൻ അപ്പൊ പറയുന്നുണ്ട്. അപ്പോഴാണ് സക്കമോത്തോ തന്റെ ഫോണിലെ ലൊക്കേഷൻ എടുത്ത് ഓണാക്കിയത്. ലൂ ധരിച്ച വസ്ത്രത്തിൽ സക്കമോത്തോ GPS ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂവിന്റെ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാനായി. ഈ സമയം ലൂവിനെ തട്ടിക്കൊണ്ടുപോയൊരു ഷിന്നിന്റെ ഫ്ലാഷ് ബാക്ക് അവിടെ പറയുന്നുണ്ട്. ഇവര് ഒരു ലാബിൽ നിന്നാണ് വരുന്നതെന്നും അവിടുത്തെ ഡോക്ടേഴ്സ് പണ്ട് മനുഷ്യരിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നതായും പറയുന്നുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഒരു കുട്ടിയാണ് നമ്മുടെ ഷിൻ. ഇതിൽ നിന്ന് ഷിൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നും ഒരു സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ള ആളാണ് ഷിൻ എന്നും നമുക്ക് മനസ്സിലാക്കാം. ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവ് ഷിന്നിന് ലഭിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോഴായിരിക്കും അവർക്കിടയിലേക്ക് ബൈക്കിൽ ചാടി സക്കമോത്തോയും ഷിന്നും വരുന്നത്. ഷിന്നിനെ കണ്ടതും തങ്ങൾ തട്ടിക്കൊണ്ടുവന്നത് യഥാർത്ഥ ആളെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് ഇവര് തമ്മിൽ റോഡിൽ വെച്ച് ഉഗ്ര പോരാട്ടമാണ് നടക്കുന്നത്. ഓരോരുത്തരെയായി സക്കമോത്തോ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കായിരിക്കും ഷിന്നിന്റെ അടുത്തേക്ക് ഒരു കിഡ്നാപ്പർ വരുന്നത്. ഷിന്ന് അവനെ അടിക്കാൻ ആഞ്ഞൊരുങ്ങിയതും അവനെ കാണാതായി. ഷിന്ന് അപ്പോ തന്നെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ള ആളാണ് അവനെന്ന് മനസ്സിലാക്കി. അങ്ങനെ തന്ത്രപരമായി ഷിന്നിനെ വകഞ്ഞു മാറ്റി സക്കമോത്തോയുടെ അടുത്തേക്ക് വന്ന് ബൈക്കിൽ തീ വെച്ച് ലൂയിനെ കൊണ്ട് അവരവിടുന്ന് പോയി. സക്കമോത്തോയോട് ഷിന്ന് ലാബിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ലൂയിനെ രക്ഷിക്കാൻ വേണ്ടി ലാബിലേക്ക് പുറപ്പെട്ടു. ഒരു മ്യൂസിയത്തിലേക്കാണ് അവരെത്തിപ്പെട്ടത്. കാരണം മ്യൂസിയത്തിന്റെ അടിയിലാണ് ലാബ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വേഷം മാറി ലാബിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സക്കമോത്തോയും ഷിന്നും അതൊക്കെ തന്ത്രപരമായി നേരിട്ടു. പിന്നെ കാണിക്കുന്നത് ലാബിലെ സീനാണ്. ലാബിലെ ഡോക്ടേഴ്സിനൊക്കെ ബലം പ്രയോഗിച്ച് ജോലി എടുപ്പിക്കുന്നതായിട്ട് കാണാം. കാരണം ഇപ്പൊ ആ ലാബ് കയ്യേറിയിരിക്കുന്നത് ഒരു അസാസിൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ പണിയെടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം. ഇവരുടെ പ്രധാന ദൗത്യം സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്ത് അവരെ ഈ അസാസിൻ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതാണ്. അതിനാലാണ് ഈ ഡോക്ടേഴ്സ് എല്ലാം ബലം പ്രയോഗിച്ച് പണിയെടുപ്പിക്കുന്നത്. അപ്പോഴായിരിക്കും സക്കമോത്തോയും ഷിന്നും അവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കഴുത്തടിച്ചു കൊല്ലുന്നത്. ഷിന്നിനെ കണ്ടതും ഡോക്ടേഴ്സ് എല്ലാവരും അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഡോക്ടേഴ്സിനെ അസാസിൻ ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് സക്കമോത്തോയും ഷിന്നും തീരുമാനിച്ചു. ആ സമയത്തായിരിക്കും അവിടേക്ക് ഷോൾഡർ മൊത്തം സിറിഞ്ചൊക്കെ കുത്തിവെച്ചുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നതായി കണ്ടത്. ഇയാളെ കണ്ടതും ഡോക്ടേഴ്സ് എല്ലാരും കൂടി സക്കമോത്തോയും ഷിന്നിനും ഒരു അലമാരിയിൽ ഒളിപ്പിച്ചു. അയാൾ അവിടെ വന്നതും ഡോക്ടേഴ്സിന്റെ മുഖത്ത് എന്തോ പന്തികേട് തോന്നിയ അയാൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഡോക്ടേഴ്സ് കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കിയ അയാള് ഒരു പേന എടുത്ത് ഒരു ഡോക്ടറിന്റെ കയ്യിൽ ഒറ്റ കുത്തു കൊടുത്തു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലേ നിന്നെ ഞാൻ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ഷിൻ അവിടെ നിന്ന് പുറത്തിറങ്ങി അയാളെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ നിമിഷ നേരം കൊണ്ട് അയാൾ അവിടുന്ന് ഒഴിഞ്ഞു മാറി ഒരു സിറിഞ്ചെടുത്ത് ഷിന്നിന്റെ കഴുത്തിൽ കുത്തി. കഴുത്തിൽ കുത്തിയതോടുകൂടി ഷിന്നിന്റെ സംസാരം ഏത് വിധേനയും നിയന്ത്രിക്കാനുള്ള അവസ്ഥയിലാക്കി അയാള്. അപ്പോഴായിരിക്കും മിന്നൽ വേഗത്തിൽ സക്കമോത്തോ വന്ന് അയാളുടെ മോന്ത ഇടിച്ചു പൊളിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഡോക്ടേഴ്സിനെ രക്ഷിക്കാൻ സക്കമോത്തോയും ഷിന്നും തീരുമാനിച്ചു. അപ്പോഴായിരിക്കും മ്യൂസിയത്തിലേക്ക് അസാസിൻസ് ആയ ഷിഷിബായും ഒസറാഗിയും വരുന്നത്. ഏതോ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അവരവിടെ എത്തിപ്പെടുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡായിരിക്കും ഒസറാഗിയും ഷിഷിബായും എന്തിനാണ് മ്യൂസിയത്തിലേക്ക് എത്തിയതെന്നും സക്കമോത്തോയും ഷിന്നും ആ അസാസിനെ എങ്ങനെ നേരിടുന്നുവെന്നും ആ ഡോക്ടേഴ്സിനെ എങ്ങനെ അവിടുന്ന് രക്ഷിക്കുന്നതെന്നൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.